വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ഉം 5-ഉം വാക്യവും അതിൻ്റെ കൂടെ ചേർന്ന് 7-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഞാൻ വായിച്ചുകൊള്ളാം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇനി അതിൻ്റെ 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും നല്ലതുപോലെ സുപരിചിതമായ വേദഭാഗമാണ്. കാരണം സുവിശേഷമായതുകൊണ്ട് ഇതിൻ്റെ സാഹചര്യങ്ങളും പശ്ചാത്തലവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും ഇതിനെ വ്യാഖ്യാനിച്ചു തരേണ്ട കാര്യമില്ല. ഇവിടെ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് ഇവിടെ നാം വായിച്ചത്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി തീർന്നു, ഞാൻ എന്നിൽ വിശ്വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപികളായ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അവൻ കടന്നു വന്നു എന്നുള്ളത് നാം വിശ്വസിക്കുകയും നാം അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ, നാം വാഗം ഏറ്റുപറയുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. ഒരുവൻ ക്രിസ്തുവിലേക്കായാൽ അവൻ നമ്മളിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ഹൃദയം മനസ്സും അവന് വേണ്ടി കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു. അതേ ആശയത്തിലാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരുവന് ക്രിസ്തീയ ജീവിതം തുടരണമെന്നുണ്ടെങ്കിൽ അവനിലേക്ക് വസിക്കുവാനുള്ള അല്ലെങ്കിൽ അവനിലേക്ക് ചേരുവാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വേദഭാഗം ശിഷ്യന്മാർക്ക് അപ്പോൾ യാതൊരു കാരണവശാലും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം യേശു ഒരു വലിയ സത്യത്തെ തുറന്നു കാട്ടുവാൻ വേണ്ടിയായിരുന്നു ഇത് പറഞ്ഞത്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ മനസ്സിൽ കുടികൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അവർ മുന്തിരിവള്ളിയും അവരുടെ പിതാവ് ദൈവം തോട്ടക്കാരനുമാണെന്നുള്ള ഒരു ധാരണ ഇസ്രായേലിൽ അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. കാരണം അവരെ കഴിഞ്ഞ് മറ്റാരുമില്ല എന്നും അവരുടെ പിതാവ് തോട്ടക്കാരൻ ദൈവമാണെന്നും ഉള്ള ഒരു ധാരണയിൽ ഇരുന്നത് കൊണ്ട് ശിഷ്യന്മാർക്ക് ഇതങ്ങോട്ട് മനസ്സിലാകുവാൻ വലിയ പാടായിരുന്നു. പെട്ടെന്ന് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. കാരണം യേശു കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നിന്നിൽ വസിപ്പാൻ എങ്ങനെ കഴിയും എന്നുള്ള ഒരു ചോദ്യം, ഒരു ചിന്ത സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടാകുവാനിടയായിരുന്നു. എന്നാൽ പ്രവാചക പുസ്തകങ്ങളിൽ പറയുന്നു, ഇസ്രായേൽ ഒരു മുന്തിരിവള്ളിയാണ്. 80-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വെട്ടിയെടുത്തു കൊണ്ടുവന്ന് ജാതികളെ നീക്കം ചെയ്തിട്ട് ഞാൻ അവരെ അവിടെ നട്ടു എന്ന്. ഈ ഭാഗങ്ങളെല്ലാം അവർ പഠിച്ചും മനസ്സിലാക്കിയും ഇരിക്കുന്നത് കൊണ്ട് അവർക്കത് ഗ്രഹിക്കുവാൻ കഴിയാതെ അവരുടെ മനസ്സിൽ, അവരുടെ ബുദ്ധിയിൽ പുറമെ നിന്ന് പ്രവർത്തിക്കുവാനിടയായി തോന്നി. അവർ യേശു പറഞ്ഞതിനോട് ഒട്ടും യോജിക്കുവാൻ താല്പര്യമില്ലാതെയായിരുന്നു. അവർ മനസ്സുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളം കൊണ്ട് അങ്ങനെ അതേ അനുഭവത്തിലായിരുന്നു. എന്നാൽ യേശുവിന് ഇത് യാഥാർത്ഥ്യമായിട്ട് ശിഷ്യന്മാർ മനസ്സിലാക്കിയത്, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ശിഷ്യന്മാർക്ക് ഇത് ബോധ്യപ്പെടുവാനിടയായി തീർന്നു. യേശുവിൽ വസിക്കാതെ അവർക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയില്ലെന്നും യേശുവിൽ വസിച്ചാൽ അവൻ ഞങ്ങളിലും വസിക്കുമെന്നും ഇതൊരു ജീവൻ ബന്ധമാണെന്ന് അവർക്ക് അവിടെ വെച്ച് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഇതിനോട് ചേർന്ന് ചില സംഭവങ്ങളിലൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കുന്നു. ഇതൊരു ജീവൻ ബന്ധമായിട്ടാണ്, ആത്മീയ ജീവൻ ബന്ധമായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒന്ന്, ഇതിൽ നിന്ന് അടന്നു പോയവരുമുണ്ട്,
യൂദ ഇതിൽ നിന്ന് നടന്നു പോകുവാനിടയായി തീർന്നു. യേശു പറഞ്ഞ ഈ ബന്ധത്തിൽ നിന്ന് നടന്നു പോകുവാനിടയായി തീർന്നു. യൂദ അടന്നു പോയതിന്റെ കാരണം യഹൂദന്മാരോട് ചോദിച്ചു യേശുവിനെ ഒറ്റിത്തരുവാൻ കഴിയുമോ എന്ന്. അതിന് പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. അവൻ യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും യേശുവിനോട് ചേർന്ന് വളരുകയും ചെയ്തപ്പോൾ തന്നെ അവൻ യേശുവിൽ നിന്ന് അടർന്നു പോകുവാനിടയായി തീർന്നു. ആ പശ്ചാത്തലം നാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു മരിച്ച് അടക്കപ്പെടുന്നതിന് മുന്നമേ അവന്റെ ചരിത്രം ആ ഭാഗത്തു നിന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അടുത്തതായിട്ട് അതിൽ നടന്നുപോയ ഒരു വ്യക്തിയാണ് പത്രോസ്. നിങ്ങൾ ചോദിച്ചേക്കാം, എങ്ങനെ പത്രോസ് അടന്നുപോയി? പത്രോസ് അടന്നുപോയതിനെ കുറിച്ച് അവൻ യേശുവിനെ ക്രൂശിക്കുവാനും വിസ്തരിക്കുവാനും യഹൂദന്മാർ കൊണ്ടുപോയപ്പോൾ ഒരു ബാലികയുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറയുവാനിടയായി തീർന്നു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അവനെ തള്ളി പറയുവാനിടയായി തീർന്നു. യേശു പറഞ്ഞത് അവൻ ഓർത്തിട്ട് പിന്നെ ദുഃഖിച്ചെങ്കിലും യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു അവർക്ക് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനു ശേഷവും പത്രോസിന് അത് മനസ്സിലായില്ല. അതിനുശേഷവും രണ്ടാമതും പ്രത്യക്ഷനാകുന്നു. ആ സമയത്തും അവന് മനസ്സിലായില്ല. അവന് ക്രിസ്തുവിൽ നിന്ന് അല്ലെങ്കിൽ എന്നിൽ വസിപ്പാൻ എന്ന് പറഞ്ഞ ആ ശബ്ദത്തിൽ നിന്ന് അവൻ പിന്നെയും അകന്നകന്നു പോകുവാനിടയായി തീർന്നു. അവൻ ഒന്നാമത് യേശുവിനെ തള്ളിപ്പറഞ്ഞു, രണ്ടാമത് അവൻ പിന്മാറ്റത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. അവൻ ചിന്തിച്ചു, യേശു മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ ഞങ്ങളോടൊപ്പം കാണുകയില്ല, ഞങ്ങൾക്ക് അവനെയും കാണുവാനൊക്കുകയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പത്രോസ് അവൻ പടകും വലയും എടുത്ത് പോകുവാനിടയായി തീർന്നു. യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ യെരുശലേമിൽ സംഭവിച്ച സംഭവങ്ങളെ കണ്ടുകൊണ്ട് ചിലർ എമ്മൗസിലേക്ക് പോകുവാനിടയായി തീർന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് യേശു നടന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചു കൊണ്ടുപോകുന്ന വിഷയം എന്താണെന്ന്. അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവെഴുത്തുകളെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ തുടങ്ങി. അവിടെ യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്, ബുദ്ധിഹീനരെ എന്ന് അവരെ വിളിക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് ബുദ്ധിഹീനരെ എന്ന് വിളിച്ചത്? ബുദ്ധിഹീനരെ എന്ന് വിളിച്ചത് അവർക്കറിയാവുന്ന കാര്യമായിരുന്നു. മോശം മുതൽ പ്രവാചകന്മാർ തുടങ്ങി ന്യായപ്രമാണങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് യേശു അവരോട് കൂടെ ഇരുന്നപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് വാദിച്ചും തർക്കിച്ചും പോകേണ്ട കാര്യം? തിരുവെഴുത്തുകളിൽ നിന്ന് അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം കത്തുവാനിടയായിട്ടുണ്ട്. അവർ എമ്മൗസിൽ ചെന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ട് അന്ന് രാത്രി തന്നെ തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങി വരുവാനിടയായി തോന്നുന്നു. അവർ ചിന്തിച്ചു, യെരുശലേമിൽ ഒരു കൂട്ടം സഹോദരന്മാർ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേഹിതർ ഭാരത്തിലും പ്രയാസത്തിലും കതകടച്ച് അവിടെയായിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം കത്തിയതുപോലെ അവരെ ആ സ്നേഹത്തിലേക്കും ആ സന്തോഷത്തിലേക്കും ഒന്ന് നടത്തുവാൻ അന്ന് തന്നെ അവർ തിരിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം പത്രോസിനും ശിഷ്യന്മാർക്കും യേശു പ്രത്യക്ഷമായി. രണ്ടാമത് പ്രത്യക്ഷനായപ്പോൾ തോമസും അതിനോട് കൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. അതിനുശേഷം പത്രോസിനോട് ചോദിക്കുവാനിടയായി, പത്രോസെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 2 പ്രാവശ്യം ചോദിച്ചു. 3ാമതും ചോദിച്ചു. അവൻ പറഞ്ഞു, വളരെ വേഗം ഞാൻ പറഞ്ഞത് നിർത്തിയേക്കാം. ആദ്യം ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞു, നീ എന്നെ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. 2ാമതും ചോദിച്ചു, 3ാമതും ചോദിച്ചു. 3ാമത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നീ സകലതും അറിയുന്നു. സകലതും അറിയുന്നതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നെ ഞാൻ തള്ളിപ്പറഞ്ഞതും നീ അറിയുന്നു, ഞാൻ പടകെടുത്തുകൊണ്ട് മീൻ പിടിക്കുവാൻ പോയതും നീ അറിയുന്നു, അങ്ങനെ എന്റെ ജീവിതത്തിലുള്ള നീ മരിച്ചതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നീ അറിയുന്നു എന്നുള്ളത് അവൻ സമ്മതിക്കുവാനിടയായിരുന്നു. എന്നാൽ ഈ പത്രോസ് വളരെ വേഗം അവന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനിടയായിരുന്നു. അവൻ രൂപാന്തരപ്പെടുത്തി എടുത്തിട്ട് യേശു അവരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ സ്വർഗാരോഹണം ചെയ്യുവാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. നിങ്ങൾ അത് പ്രാപിക്കുന്നത് വരെ യെരുശലേമിൽ പോയിരിക്കുവാൻ, നിങ്ങൾ അവിടെ ഇരുന്ന് ഒരുമിച്ചിരിക്കുവാൻ പറഞ്ഞു. പെന്തക്കോസ്ത് നാളിൽ അവർ ഒരുമിച്ചിരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ
അവരോട് പറഞ്ഞ ഈ വാഗ്ദത്തം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനിടയായി തീർന്നു. അവരുടെ മേൽ ഈ ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തുടങ്ങി. അവിടെ ഇരുന്ന 17 ഭാഷകളിൽ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അവിടെ കടന്നു വന്നവർ അത് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഈ 17 ഭാഷ അവർ പറഞ്ഞത് അവർ അന്യഭാഷയായിരുന്നു. കേട്ടവർക്ക് അവർക്ക് സ്വന്തം ഭാഷയായിട്ട് അവർക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. അവരുടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തി പത്രോസ് അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേർ സഭയോട് ചേരുവാനിടയായി തീർന്നു. അപ്പോഴാണ് പൗലോസിന് മനസ്സിലായത്, ഞാൻ അവനിൽ നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്നുള്ള ആ ജീവൻ ആത്മീയ ബന്ധം അവിടെ പത്രോസിന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. പത്രോസ് അത് മനസ്സിലാക്കിയതിനു ശേഷം അവിടെ ഇരുന്ന 17 ഭാഷകളിൽ സംസാരിച്ച അന്യഭാഷ മറ്റുള്ളവർക്ക് അവരുടെ സ്വന്തം ഭാഷയായി മനസ്സിലായി. വ്യാഖ്യാനിക്കാൻ ആളില്ലാതിരുന്നിട്ടും മനസ്സിലായതുപോലെ നാം സംസാരിക്കുന്ന അന്യഭാഷ വളരെ വിലയേറിയതും വളരെ ശ്രേഷ്ഠവുമാണെന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം. ഈ ജീവൻ ബന്ധമാണ് എന്നിൽ വസിക്കുക എന്ന് പറയുന്നതിന്റെ ആത്മീയ അർത്ഥമെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. ഈ ആത്മീയ ബന്ധമാണ് നമ്മെയും ക്രിസ്തുവിനെയും തമ്മിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഈ ബന്ധത്തിലേക്ക് നാം കടക്കുമ്പോഴാണ് അവൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ അങ്ങനെയുള്ള ബന്ധത്തിലേക്ക് നാം പോകുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഗ്രോത്ത് വളരുന്നത്. അങ്ങനെ ആത്മീയ ബന്ധത്തിന്റെ ആ വളർച്ചയിൽ എത്തിക്കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഇടയായി തീരുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഈ ആത്മീയ ജീവൻ ബന്ധം നിങ്ങളുടെ ഉള്ളിലേക്ക് ആയിത്തീരുന്നെങ്കിൽ നിങ്ങൾ അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീരും. അന്നു മുതൽ ശിഷ്യന്മാർ ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നു. അവർ ഉദ്ദേശിച്ചതിലും അധികമായി ആത്മീയ ബന്ധത്തിലേക്ക് നീങ്ങി കഴിഞ്ഞപ്പോൾ, ആത്മീയ ശക്തി അവരുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അവരിലും പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രയോജനമുള്ള ഫലം പുറപ്പെടുവിക്കുന്ന ശിഷ്യഗണങ്ങളായി അവർ മാറുവാനിടയായി തീർന്നു എന്ന് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കണം. നാം ദൈവവചനം എന്തിനാണ് പഠിക്കുന്നത്? ദൈവവചനം എന്തിനാണ് അഭ്യസിക്കുന്നത്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനോട് ചേർന്ന് വളരുവാൻ. എങ്ങനെ ചേർന്ന് വളരുവാൻ കഴിയും? സ്വാഭാവികമായിട്ട് നമുക്ക് വളരുവാൻ കഴിയുകയില്ല. ഈ ആത്മീയ ബന്ധത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോൾ, നാം അവനിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ, അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, അവൻ നമ്മെ പ്രവർത്തനത്തിന് സജ്ജമാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ജീവൻ ബന്ധമെന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ദാനം ചെയ്തിട്ട് അവൻ പറഞ്ഞു, നീ എന്നിൽ വസിപ്പീ, ഞാൻ നിങ്ങളിലും വസിക്കും. അത് തന്നെയുമല്ല, അതിന്റെ താഴത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അവൻ എന്തിനാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ചേർത്ത് ഗ്രാഫ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്, ഇത് ചേർത്ത് പട്ടി ചെയ്തിരിക്കുന്നത് അവരുമായുള്ള ഒരു ആത്മീയ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവൻ ആത്മീയ ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നിട്ട് നമ്മൾ ശക്തിയുള്ളവരായി അവന് വേണ്ടി ശോഭിക്കുന്നവരും അവന് വേണ്ടി പ്രയോജനപ്പെടുന്നവരും അവന്റെ ഹിതപ്രകാരമുള്ള ഫലം പുറപ്പെടുവിക്കുന്ന മറ്റുള്ളവർക്ക് രുചികരമായ അനുഭവങ്ങളിലേക്ക് നാം മാറ്റപ്പെടേണ്ടതിനു വേണ്ടി മാത്രമാണ് ഈ എന്നിൽ വസിക്കുക എന്ന് പറയുന്നതിന്റെ ആത്മീയ അർത്ഥമെന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. അത് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുമ്പോൾ നാം അതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മീയ ബന്ധം, ആ ജീവൻ ബന്ധം നമ്മളിൽ ആ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ കഴിയാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീരും. എന്നാൽ ഇതിൽ നിന്ന് അകന്നു പോയ ചിലരുണ്ട്. ഞാനത് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയ മറ്റു പലരുമുണ്ട്. അവരെ ആരെയും ഇവിടെ തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ പത്രോസ് അവൻ അനുദപിച്ച് ദൈവസന്നിധിയിൽ അനുദപിച്ച് പ്രാർത്ഥിച്ച് മടങ്ങി വന്നതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അധികമായ ശുശ്രൂഷയ്ക്കും ഒക്കെ കാരണമായി തീർന്നു. അത് കൂടാതെ അത് തന്നെയുമല്ല, ഈ ശിഷ്യന്മാർ ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടുവാനിടയായി തീർന്നില്ല. കാരണം ഈ ജീവൻ ബന്ധം അവരുടെ ഉള്ളങ്ങളിലേക്ക് കടന്നു എന്നതിന് ശേഷം അവർ ശക്തരായി തീരുവാനിടയായി തീർന്നു. അവർ ശക്തരായി തീർന്നത് മാത്രമല്ല, മരണത്തിന് അവർക്ക് ഭയമില്ല.
പ്രതികൂലത്തിന് അവർക്ക് ഭയമില്ല. രാജാക്കന്മാരുടെ വാക്കുകൾക്ക്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായി വന്നതിനെ അവർ ഭയപ്പെട്ടിട്ടില്ല. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത്, പത്രോസ് ഇങ്ങനെ ഓരോ ദിവസവും അവൻ പ്രാർത്ഥിക്കുമ്പോൾ, കോഴി കൂകുമ്പോൾ അവൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്റെ കർത്താവും എന്റെ ഗുരുവുമായവനെ ഞാൻ തള്ളിപ്പറഞ്ഞു, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന്. അവൻ ആ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി അനുദിനം വളരുവാനിടയായി തീർന്നു. ഈ ജീവൻ ബന്ധം അവന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാനിടയായി തീർന്നു. അവസാനം അവനെ നീറോ ചക്രവർത്തി കൊല്ലുവാനായിട്ട് പിടിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്നെ വാളിന് കൊല്ലരുത്, എന്നെ ക്രൂശിച്ചു കൊല്ലണം. ക്രൂശിച്ചു കൊല്ലണമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, എന്നെ തലകീഴായി ക്രൂശിക്കുവാൻ പറഞ്ഞു. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ആത്മനാഥനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് അവന്റെ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണം. അത്ര വലിയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ ജീവൻ ബന്ധം കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു എന്ന് ഇന്ന് രാത്രി കാലം മനസ്സിലാക്കണം. അവന്റെ ശിഷ്യന്മാരിൽ ഓരോരുത്തരും അവർക്ക് മരണത്തെ ഭയമില്ലായിരുന്നു, അവർക്ക് പ്രതികൂലത്തെ ഭയമില്ലായിരുന്നു. വാളിന് പോലും അവർക്ക് അവരുടെ മരണത്തെ വേർതിരിക്കുവാൻ, അവരുടെ ജീവിതത്തെ വേർതിരിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് ഈ ജീവൻ ബന്ധം ആഴങ്ങളിലേക്ക് വേരുവാൻ ഇടയായി തീർന്നു എന്ന് ഇന്ന് രാത്രി കാലം മനസ്സിലാക്കണം. നാം വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് വെറും ഫോർമാലിറ്റി കാണിക്കുവാനുള്ള ഒരു ജീവിതം ചെയ്തെടുക്കുവാനല്ലെന്ന് ഇന്ന് രാത്രി കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവിക ശക്തി നമ്മുടെ ഉള്ളങ്ങളിലേക്ക് വരുമ്പോഴാണ് നാം അവനിലേക്ക് വസിക്കുവാനിടയായി തീർന്നത്. നാം അവനിൽ വസിക്കാതിരുന്നാൽ അവൻ നമ്മിൽ വസിക്കുകയില്ല, നമ്മെ അവൻ ചേർത്ത് നിർത്തുകയില്ല. നാം അകന്നു പോയി കഴിഞ്ഞാൽ അവൻ നമ്മെ കൈവിടും. പത്രോസ് അവനിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കൈവിട്ടു. ഒരിക്കലും അവനെ സ്നേഹിച്ച് വിളിച്ചു കൊണ്ടുവന്നില്ല. പക്ഷേ അവന്റെ മേൽ ദയയും കരുണയും അവന്റെ മേലുണ്ടായിരുന്നു. എന്നാൽ യൂദ അകന്നു പോയപ്പോൾ അവൻ ഒരിക്കലും തിരിച്ചു വരുവാൻ ഇടയായി തീർന്നില്ല എന്ന് മനസ്സിലാക്കണം. ദേമാസ് ദൈവത്തെ വിട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നു, അവൻ തിരിച്ചു വന്നിട്ടില്ല. അനന്യാസും സഫീറയും ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി, പിന്നെ അവരെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദാവീദിനെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കൂ. അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഒരു നോട്ടത്തിന്റെ പേരില് അവൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നു. അവൻ ദൈവത്തോട് സംസാരിക്കുന്നവരായിരുന്നു, ദൈവം അവനോട് സംസാരിക്കുന്നവരായിരുന്നു, രാജ്യത്തിന്റെ ഭരണത്തെ കുറിച്ചുള്ള ആലോചന പറഞ്ഞു കൊടുക്കുന്നവരായിരുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും ദാവീദിന് ഒരു ചെറിയ സമയം കൊണ്ട് അല്പസമയത്തേക്ക് ദൈവം അവനിൽ നിന്ന് സംസാരിക്കാതെ അകന്നു പോകുവാൻ ഇടയായി തീർന്നു. അതിന് പകരമായിട്ട് നാഥാൻ പ്രവാചകനെയും അവന്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. ദാവീദിനേക്കാൾ ബുദ്ധിയോടെ അവനോട് ചോദിക്കുവാനിടയായി തീർന്നു. ഈ വ്യക്തി ഞാനാണ്, ഈ വ്യക്തി മരിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. അതിനുശേഷം 50-ാം സങ്കീർത്തനം നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ഓരോ അസ്ഥികളും അടർത്തിയെടുത്തു വെക്കുന്നത് പോലെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ അവന് ചെയ്യുവാൻ കഴിഞ്ഞു. അതിന്റെ പേരിൽ പിന്നീട് ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നത്, ഈ ദൈവം തന്നെ പറയുന്നത്, എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നാണ്. ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് മറ്റൊന്നിനുമല്ല. ഇതെല്ലാം നാം അഭ്യസിക്കുന്നത് ഈ FTHന്റെ പ്രവർത്തനങ്ങൾ ദൈവസന്നിധിയിൽ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുന്നതുമായി തീരണം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മെ സ്നേഹിക്കുവാനിടയായി തീരണം. നമുക്ക് അവനിൽ ഒട്ടിൽ ചേരണം. അവനിൽ ഒട്ടി നിന്നെങ്കിൽ മാത്രമേ അവനിൽ നിന്നുള്ള ശക്തി പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുകയുള്ളൂ. ആ ജീവൻ ബന്ധം നാം ഇതിലൂടെ സ്ഥാപിച്ചെടുക്കുന്നെങ്കിൽ, നമ്മുടെ ആരാധനയിലൂടെ സ്ഥാപിച്ചെടുക്കുന്നെങ്കിൽ, നമ്മുടെ സൺഡേ സ്കൂളിലൂടെ സ്ഥാപിച്ചെടുക്കുന്നെങ്കിൽ, ദൈവവചന പഠനത്തിലൂടെ നാം സ്ഥാപിച്ചെടുക്കുന്നെങ്കിൽ, അത് ജീവിതത്തിൽ വലിയ ശ്രേഷ്ഠതയും വലിയ അനുഗ്രഹവുമായി തീരുമെന്ന് നാം മനസ്സിലാക്കണം. പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ നാം ഭയപ്പെടുകയില്ല. പൗലോസ് പറയുന്നു, എന്റെ ജീവിതം ഇതാ ഞാൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ചിന്തയിൽ ഞാൻ ഇങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. നാം ജോലി കഴിഞ്ഞിട്ട് കടന്നു വന്നിട്ട് നമ്മുടെ ഷർട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് അടുത്ത ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് നാം വേറൊരു കാര്യത്തിന് വേണ്ടി പോകുന്നത് പോലെ മരണത്തെ അവർ അതുപോലെ കാണുവാനിടയായി തീർന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു പുതിയ ജീവിതം ക്രിസ്തുവിനോടുകൂടെ തുടരുകയാണ്, അവർ അവസാനിക്കുന്നില്ല എന്ന് അവരുടെ മനസ്സിൽ കരുതുവാനിടയായി തീർന്നു. കാരണം
ഈ ജീവൻ ബന്ധം അവരിൽ ക്രിസ്തുവിൽ ഒട്ടിച്ചിരിക്കുകയാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിന് വേണ്ടിയാണ് ഈ ക്രിസ്ത്യ ജീവിതം സമുദായങ്ങളെ വിട്ട് ഈ പെന്തക്കോസ്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചതെന്ന് ഇന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളും മനസ്സിലാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. വളരെ സമയം പോകുന്നല്ലോ, ഞാൻ ചുരുക്കട്ടെ. ദൈവസന്നിധിയിൽ നാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലാതെ മറ്റൊന്നിനുമല്ല. ആരെയും ഫോർമാലിറ്റി കാണിക്കുവാനല്ല. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അവിടെ പെന്തക്കോസ്ത് നാളിൽ അവർ കൂടിയിരുന്നപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ 17 ഭാഷകളിൽ അവർ സംസാരിക്കുവാനിടയായി തോന്നുന്നു. അവർ സംസാരിച്ചത് അന്യഭാഷയായിരുന്നു. കേട്ടവർക്ക് അവർക്ക് സ്വന്തം ഭാഷയായിട്ട് തോന്നി. ഇവിടെ ഇരുന്ന് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ ലോകത്തിൽ സംസാരിക്കുന്ന ഒരു സംസാര ഭാഷയാണെന്ന് ഇന്ന് രാത്രി കാലം മനസ്സിലാക്കണം. അത് എന്തിനാണ് നമ്മളെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അന്യഭാഷയും ഇത് ശ്രമിക്കുന്നവർക്ക് അവിടെ സ്വന്തം ഭാഷയുമായിരിക്കും. അറിഞ്ഞുകൂടാത്ത ആത്മീക ഞരക്കങ്ങളാൽ ദൈവം നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു അന്യഭാഷ അനുഭവമാണ് ഇതെന്ന് നാം മനസ്സിലാക്കണം. ഇതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ കഷ്ടമനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണെന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെ വളരെ നിസ്സാരമായിട്ട് കാണുവാൻ സാധ്യമല്ല. ആരും ഇതിനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇതിനെ കണ്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ അത് വലിയ അപകടകരമാണെന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. അതുകൊണ്ട് ശക്തിയോടും ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുന്നത് വിശ്വസ്തയോടും അവന്റെ ഹിതപ്രകാരം അവനിൽ ഒട്ടിച്ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ പറയുന്നു 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അധിക ഫലം കായ്ക്കും എന്ന് പറയുന്നു. അധിക ഫലം കായ്ക്കുന്നത് എന്താണ്? അവർ ചോദിക്കുന്നത് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നതേ ഇല്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് തെറ്റുമാണ്. ഹല്ലേലൂയ. ഇവിടെ ആത്മീയ ബന്ധത്തെ കുറിച്ചും ആത്മീയ അനുഭവങ്ങളെ പ്രാപിക്കുവാനും ആത്മീയ അനുഭവങ്ങളുടെ ശ്രേഷ്ഠത പ്രാപിക്കുവാനും ആത്മീയ അനുഭവങ്ങളുടെ സമ്പന്നത പ്രാപിക്കുവാനുമാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്, യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി കാലം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ഈ വചനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.